അവൻ നമ്മളെ പരിചയപ്പെടുത്തട്ടെ. Let him introduce us. അവൻ എല്ലാവരെയും പരിചയപ്പെടുത്തത്തില്ല. He will not introduce everyone. അവൻ പരിചയപ്പെടുത്തുമ്പോൾ അവന് നമ്മൾ എന്താണെന്ന് അറിയാം. He knows who we are. നമ്മുടെ പാസ്റ്റ് അറിയാം. He knows our past. നമ്മുടെ പ്രസന്റ് അറിയാം. He knows our present. നമ്മുടെ ഫ്യൂച്ചർ അറിയാം. He knows our future. അവൻ പരിചയപ്പെടുത്തിയാൽ If he introduces us, തുടക്കം പോലെ ആയിരിക്കത്തില്ല അവസാനം. our end will not be like our beginning. പരിചയപ്പെടുത്തവന്റെ കൂടെ നടക്കണം. You should walk along with him. കൂടെ നടന്നാൽ പിന്നെ നീ ഓടും. If you walk with him, you will run. മറ്റെല്ലാം മറന്ന് നീ ഓടും. You will run, forgetting ലോകം everything. പറഞ്ഞ റിപ്പോർട്ടുകൾ മാറും. The reports of the world will നിന്നെ change. കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ നിന്റെ പാസ്റ്റ് വെച്ചും പ്രസന്റ് വെച്ചും നിന്നെ കുറിച്ച് അറിയാമെന്ന് പറയുന്നവർ പോലും ചില നാളുകൾ കഴിയുമ്പോൾ തിരിച്ചു പറയണമെങ്കിൽ അവഗണിച്ചവരുടെ മുൻപിൽ നിന്നെ പരിഗണിച്ച സ്വർഗസ്ഥനായ പിതാവിനെ നോക്കി നടന്നാൽ ശത്രുക്കളുടെ മധ്യേ നിന്ദിക്കുന്നവരുടെ മധ്യേ ദൈവം നിന്നെ പരിചയപ്പെടുത്തുന്നത് തുടർന്നാൽ നിന്റെ അഡ്രസ് മാറുമെന്ന്, നിന്റെ മേൽവിലാസം മാറുമെന്ന് ആത്മവചനോട് പറയാൻ പറയുന്നു. People who say that I know you by knowing your past and present, if God introduces you, your address will change, your level will change, you will become a new person. ദൈവം ചിലരെ പരിചയപ്പെടുത്തും. God will introduce some people. മുമ്പിൽ നിന്റെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും അഭിഷേകവും നിമിത്തം നിന്റെ മുമ്പിൽ ചില പരിചയപ്പെടുത്തലുകൾക്ക് മുഖാന്തരമായതുകൊണ്ട് ചില പ്രാർത്ഥനകൾക്ക് മറുപടിയും ചില അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ തുറക്കപ്പെട്ട വഴിയും തുറന്നതെങ്കിൽ ആ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആ പരിചയപ്പെടുത്തലുകൾ നിന്റെ ജീവിതത്തിൽ തുടരുവാൻ നീ ഏൽപ്പിച്ചാൽ എഴുതിയിട്ടോ അസാധ്യമെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ സാധ്യതകൾ അവൻ തുറക്കും. അത് ദൈവരാജ്യത്തിന് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരുമെന്ന് ആത്മവചനോട് ദൂത് പറയുന്നു. God is saying, if you continue, God allow him to introduce you. God will open new doors, new ways in front of him, possibilities that will be bringing glory to the kingdom of God.